രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബന്ദിൽ നിന്നും പിന്തിരിയണമെന്നും ബന്ദ് അനുവദിക്കാൻ കഴിയില്ല എന്നും മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ വിധി. നാളെ മഹാരാഷ്ട്രയിൽ ഉടനീളം ബന്ദ് നടത്താൻ മഹാവികാസ് അഘാടി ഉദ്ധവിൻ്റെ ശിവസേനയും ഒപ്പം തന്നെ NCPയും കോൺഗ്രസും ചേർന്ന് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിന് മുകളിലാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത്. ആ വിധിയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ സംസ്ഥാന വ്യാപകമായി ബന്ദ് നടത്തുന്നതിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട് എന്ന് കേരള ഹൈക്കോടതിയുടെ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള വിധി വന്നിരിക്കുന്നത്. അതിന് സർക്കാരിനോടും കോടതി പറയുന്നൊരു കാര്യമുണ്ട്. ഈ ബന്ധുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് അസൗകര്യമുണ്ടായാൽ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും കോടതിയെ അറിയിക്കുകയും വേണമെന്ന് പറയുന്നു. ഏതായാലും ബദ്ലാപൂരിലെ സ്കൂളിലെ 2 പെൺകുട്ടികൾ പീഡനത്തിനിരയായത് വലിയ പ്രതിഷേധമായി മഹാരാഷ്ട്രയിൽ മാറുമ്പോൾ അതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ നേതാവ് ഉദ്ധവ് താക്കറെയാണ് മഹാവികാസ് അഘാടിക്ക് വേണ്ടി ബന്ദാഹ്വാനം നടത്തിയിരുന്നത്. ഏതായാലും ബന്ദ് നാളെ ഉണ്ടായില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ബന്ദിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ് എന്ന് പറയുന്നത്. പക്ഷേ സംഘടനകൾ ആരും തന്നെ പിന്മാറിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നാളെ ഏത് തരത്തിലായിരിക്കും ഈ ബന്ദ് മുൻപോട്ട് പോവുക എന്നറിയില്ല. കാരണം ബന്ദ് ഇല്ല എന്ന് ഏറെക്കുറെ, അതായത് പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ബന്ദിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇനി പിന്മാറിയവരൊക്കെ പിന്നിൽ നിന്ന്, അതായത് ബന്ദ് നടത്തുന്നവർക്ക് പിന്നിൽ നിന്ന് പിന്തുണ നൽകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.